അലുവ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അടുത്തായിട്ട് നമുക്ക് ആ ചടങ്ങിലേക്ക് പോവാം. ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള മീൻ എന്ന് പറഞ്ഞാൽ പലതരം മീനുകൾ ചേർന്ന ഒരു മീനിന്റെ വെറൈറ്റി ലോകമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം പലതരം മീനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്കിത് നന്നാക്കാനൊന്നും ഇഷ്ടമല്ല. കാരണം ചില ഒന്നാമത് പനിയായിരുന്നു, അസ്വസ്ഥതകളായിരുന്നു, തൊണ്ടയ്ക്ക് കരകരപ്പ്. അതുകൊണ്ട് മീനിനോട് ഒട്ടും താല്പര്യമില്ലെങ്കിലും നമ്മളെ കാക്ക കൊണ്ടുവന്ന് വന്നിട്ടുള്ള മീനുകളാണ് ഇത്. ഇത് എന്നോട് പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ചാല് ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മീൻ ഏതാച്ചാ കഴിച്ചോന്ന് പറഞ്ഞത്. ഈ ബത്തലുണ്ട്, ബത്തല് കാണുന്നുണ്ട് നിങ്ങള്, ബത്തല്. അതേപോലെ മത്തി ഉണ്ട്, മത്തി, അയിലുണ്ട്, അയില ഉണ്ടോ, കോരുണ്ട്, കോരുണ്ട്. ഇതിൽ ഏതാണോ ടേസ്റ്റ് ഉള്ളത് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് എത്രമാനം മീനാണ് കൊണ്ടുവന്ന് നോക്കുങ്ങള്. നോക്കൂ, ഇത് ഇഷ്ടമായിട്ട് കഴിക്കുള്ളതിന് മണം എന്നത് എനിക്ക് എന്താ പറയുക, അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും ഞാൻ ഇത് ഉണ്ടാക്കട്ടെ അടിപൊളിയായിട്ട്. ഏത് നന്നാക്കുതില്, ഏതാണ് ഞാൻ ആദ്യം നന്നാക്കുക? ഞാൻ അയിലയിൽ തുടങ്ങണോ, മത്തിയിൽ തുടങ്ങണോ, കോരയിൽ തുടങ്ങണോ, ബത്തലിൽ തുടങ്ങണോ? എനിക്ക് ഡൗട്ടായിരിക്കുന്നു. നമ്മുടെ നാടകമയായ മത്തിയിൽ തുടങ്ങാം നമുക്ക്. അങ്ങനെ നമുക്ക് നാടൻ മത്തി എത്തിയിട്ടുണ്ട്. അതിനെ നമുക്ക് തോലെ ചുരണ്ടി എടുക്കാം. മേത്തക്കാകാതെ ചുരണ്ടി എടുക്കണം. മേത്തക്കായി കഴിഞ്ഞാൽ മണത്തിട്ട് നിൽക്കില്ല. എനിക്ക് നമുക്ക് ഓരോന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കണം, തിന്നണം തോന്നുകയാണെങ്കിൽ നമ്മളെ വീട്ടിൽ വന്നിട്ട് ഇതുപോലെ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, മട്ടൻ ആണെങ്കിൽ മട്ടൻ ഇതുപോലെ നന്നാക്കിയിട്ട് ഇതുപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് കഴിക്കായിരിക്കും നമ്മുടെ സുരക്ഷക്കും നമ്മുടെ ആരോഗ്യത്തിനും നല്ലത്. പുറത്തുള്ള ആളുകൾ എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് നമുക്കറിയില്ല. നമുക്കറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതിൽ കാണുന്നത് പോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഓരോ ഐറ്റം ഉണ്ടാക്കുക. അല്ലാതെ പുറത്ത് പോയി ഷവർമ, ഷവായി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്ന് വയറും കേരളത്തിൽ ഹോസ്പിറ്റലിൽ പോയി ഇരുന്നിട്ട് കാര്യമില്ല. അപ്പൊ എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കുക ആണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ, ഒരു മീൻ മാത്രമല്ല ഇതിലുള്ളത്. കോരുണ്ട്, മത്തിയുണ്ട്, പിന്നെ അയിലുണ്ട്, കണ്ടോ, അയില, കോര, മത്തി, പിന്നെ ഇതിലുള്ളതാണ് പിന്നെ ചുണ്ണാപ്പി മീന്, എന്താ പറയാ അതിന്, ബത്തല്, എല്ലാ മീനുകളുണ്ട്. അപ്പൊ ഇതൊക്കെ എനിക്ക് ഏതാ ഇഷ്ടപ്പെട്ട കഴിച്ചോന്ന് പറഞ്ഞിട്ടാണ് പലതരം വെറൈറ്റികൾ അടങ്ങുന്ന ഒരു മീനിന്റെ വെറൈറ്റി ലോകം തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതുകൊണ്ട് നമുക്ക് ഏതെങ്കിലുമൊക്കെ പൊരിച്ചിട്ട് നല്ല രീതിക്ക് ഫുഡ് ഉണ്ടാക്കാം. ഓക്കെ, പുറത്തു പോയി നന്നാക്കാൻ പറ്റില്ല. പുറത്തെന്ന് പറഞ്ഞാൽ ഇതൊരു കോട്ടേഴ്സ് ആണ്. അതുകൊണ്ട് ചുറ്റുഭാഗത്ത് ആളുകളുണ്ടാവും, പൂച്ചകളുണ്ടാവും, പലതരം ഡിസ്റ്റർബുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അകത്തിരുന്നിട്ട് നന്നാക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യൂല നിങ്ങൾ ഉണ്ടാക്കി നോക്കൂലേ, ലൈക്ക് ചെയ്യൂലേ, ഷെയർ ചെയ്യൂലേ? ഓക്കെ, ഞാൻ മെല്ലെ പറയണം. മൈക്കൊക്കെ ഉണ്ട്, ക്ലിയർ ആണോ ഇല്ലേന്ന് എനിക്കറിയില്ല. ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ താഴെ കമന്റിൽ അറിയിക്കുക. അത് നമ്മൾ പൊരിച്ച് വറ്റിച്ച് കറി ഉണ്ടാക്കി ഏതെങ്കിലും ഒന്ന് തീരുമാനമാക്കണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയിട്ട് വരാം. നമ്മളൊക്കെ ജ്യൂസൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കുക. ആ ജ്യൂസൊക്കെ എത്രത്തോളം, മുന്തിരിയൊക്കെ ജ്യൂസ് അടിക്കുമ്പോൾ അതിൽ പുഴുക്കളുണ്ടാവും നമ്മൾ കണ്ടുകണോ? നമ്മൾ കണ്ടില്ലല്ലോ. കാണാത്തൊരു റെസിപ്പിയെ കുറിച്ച് എങ്ങനെ നമ്മൾ ധൈര്യമായിട്ട് നമ്മളെ വയറിന്റെ ഉള്ളിൽ അകത്താക്കാൻ പറ്റും? ഇത് കാരണം നമുക്ക് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയില്ലേ? അതുകൊണ്ട് പുറത്തെ ഫുഡ് കഴിക്കുന്നത് നമ്മൾ നിർത്തി വെച്ചിട്ട് അകത്തുള്ള ഫുഡ് നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതാണ് ഞാൻ എൻ്റെ ചാനലിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഓരോ ഐറ്റംസ് ചെയ്യാനും എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഇതാക്കുക. പിന്നെ അതുപോലെ ഈ ഷവർമയിലൊക്കെ ഉണ്ടാക്കുന്ന ഈ കാബേജ് കുടിയില് അതൊക്കെ കഴുകുമ്പോ നിങ്ങൾ കണ്ടണോ? ഇല്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ അടുക്കള ഭാഗത്ത് കൂടെ നമ്മൾ പോയി നോക്കിയാല് ഹോട്ടലുകളിൽ ഉള്ള ജോലിക്കാരൊക്കെ ബംഗാളികളെക്കാരും അവരെത്രത്തോളം കഴുകുന്നു നമുക്കറിയില്ല. എനിക്ക് തോന്നുന്നുണ്ട് അവർ ആ കാബേജിന്റെ പുറമുള്ള തൊലിയാൻ കളഞ്ഞിട്ട് ഫുള്ള് കട്ട് ചെയ്യായിരിക്കും. അപ്പൊ നമുക്ക് കഴുകിയതെന്ന് ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ പിന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ മരുന്നടിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ഈ മരുന്നൊക്കെ നമ്മുടെ വയറിന്റെ ഉള്ളിലേക്ക് ചെന്നാലുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചേക്ക്. ഏതൊക്കെ ഭാഗ്യം കൊണ്ട് നമ്മള് രക്ഷപ്പെട്ടു പോകാന്നുള്ളൂ. പിന്നെ ഹോട്ടലിലൊക്കെ എന്ന് പറഞ്ഞാല് അധികം സുറുക്കയാണ് യൂസ് ചെയ്യുന്നത്. ആ സുറുക്കയാണ് നമ്മളെ ആകർഷിച്ച് നമ്മളെ ഹോട്ടലിന്റെ അകത്തേക്ക് അടുപ്പിക്കുന്നത്. അതിന് മുന്നിലൂടെ പോകുമ്പോ തന്നെ, റെസ്റ്റോറന്റിന്റെ മുന്നിലൂടെ പോകുമ്പോ തന്നെ നല്ലൊരു മണം വരുന്ന എന്താണ്,
സുറുക്കന്റെ മണാണ് വരുന്നത്. അതുകൊണ്ട് സുറുക്ക നമ്മുടെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. ക്യാൻസർ പോലുള്ള മാറാരോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിന്നെ കിഡ്നി കംപ്ലൈന്റ് ആകാൻ സാധ്യതയുണ്ട്. പല രോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹോട്ടൽ ഫുഡ് നിങ്ങൾ കഴിക്കരുത്. ഞാനും കഴിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഞാനിനി ഒരിക്കലും കഴിക്കില്ല. എനിക്കിന്ന് ഷവായിക്ക് കൂടി എങ്കിലും ഞാൻ ഒരു ചിക്കൻ പുറത്ത് വാങ്ങിയിട്ട് വന്ന് അകത്ത് വന്നിട്ട് ഉണ്ടാക്കാനാണ് ഞാനിപ്പോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. മീനൊക്കെ നമ്മൾ നല്ല റെഡിക്ക് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമുക്ക് നല്ലൊരു മസാല അതിലേക്ക് തേച്ച് പിടിപ്പിക്കണം. ഇത് മുളകിട് കറി ഉണ്ടാക്കണ്ടേ എന്ത് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഈ മീനുണ്ടല്ലോ മേത്തക്ക് തെറിച്ചാൽ വലിയ പ്രശ്നമല്ല. മീനിന്റെ ചെളുക്കൊക്കെ നമ്മൾ ചെളുക്കളയുമ്പോ അതുപോലെ ഇത് നന്നായിട്ട് കഴുകിയിട്ടില്ലെങ്കിൽ ഇത് മാരകമായിട്ടുള്ള വിഷം അതിലുണ്ടാവും. കാരണം അതൊക്കെ മരുന്നിട്ട് കണ്ടാ വരുന്നത്. അതുകൊണ്ട് പ്രത്യേകം ഓർക്കണം. നല്ല വൃത്തിക്ക് തന്നെ കഴുകി നല്ല ക്ലീൻ ആക്കിയിടണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഹോട്ടൽ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. കാരണം എത്രത്തോളം കഴുകുന്നുണ്ടെന്ന് നമുക്കറിയില്ല. നമ്മളല്ല ചെയ്യുന്നത്. നമുക്ക് ഉണ്ടാക്കുന്ന ഫുഡ് എന്നുള്ളത് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വൃത്തിക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് വൃത്തിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് വീട്ടിലെ ഫുഡ് മാത്രം കഴിക്കാന്ന് പറഞ്ഞത്. അപ്പൊ ഇത് മുളകിട വേണ്ടത്, കറി ഉണ്ടാക്കുക വേണ്ടത്, പൊരിക്ക വേണ്ടത് എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. പൊരിക്കും വേണം, മുളകിട വേണം, എല്ലാം വേണം. അപ്പൊ നല്ലൊരു മസാല തയ്യാറാക്കാം. ആദ്യം ഞാൻ ഈ മുളകിടാൻ പോവാണ്. ഓക്കെ, എന്റെ വീഡിയോ കണ്ട് പൂർണ്ണ സപ്പോർട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അത്രേ. നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. പിന്നെ നിങ്ങൾ വൃത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ കുറെ ആൾക്കാരിനെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വൃത്തി എന്ന് പറഞ്ഞത് എന്റെ ഫുഡ് ഐറ്റംസുകൾ എനിക്ക് നന്നായിട്ട് കഴിക്കണം. ഇനി കുറച്ച് മീനിന്റെ വെള്ളം മേത്ത് കൂടെ അത് കവുക്കൻ ഒഴിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല. മീൻ വെള്ളം ആയാലും ഒരു പ്രശ്നമില്ല. അതുപോലെയല്ല ഫുഡ് പ്രൊഡക്റ്റ് നമ്മുടെ വയറിന്റെ അകത്തേക്ക് ചെല്ലുമ്പോഴുള്ള അവസ്ഥ എന്ന് നിങ്ങൾക്ക് പറഞ്ഞെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നില്ല അറിയില്ല. എന്ത് സാധനമായാലും നല്ല വൃത്തിക്ക് കഴുകണം. നമ്മളെ വയറിന്റെ ഉള്ളിലുള്ള അവയവങ്ങൾ കേടാകാനുള്ള സാധ്യത ഉണ്ട്. പുറമൊക്കെ നീറ്റായി തോന്നുന്ന ഒരു സാധനങ്ങൾ ഉള്ളിൽ നീറ്റായിരിക്കില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഹോട്ടലിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ ആദ്യമൊക്കെ പണ്ടൊക്കെ നമ്മൾ ഹോട്ടലിൽ പോകുമ്പോൾ അവരുടെ അടുക്കള ഭാഗത്ത് കൂടെ പോയിട്ടാണ് നമ്മൾ കൈയൊക്കെ കഴുകാറുള്ളത്. ഇപ്പൊ അങ്ങനെയല്ല. അവരുടെ അടുക്കള ഭാഗം ഏതാന്ന് പോലും നമുക്ക് അറിയില്ല, നമുക്ക് കാണിച്ചു തരില്ല. നമുക്ക് കാണാത്ത രീതിയിൽ നല്ല ഫുൾ സെറ്റപ്പോടുകൂടി അടുക്കളയെ മറച്ചു വെച്ചിട്ടാണ് അവർ കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കറിയില്ല അവരെത്രത്തോളം കഴുകി വൃത്തിയാക്കുന്നു എന്നുള്ളത്. അപ്പോ നിങ്ങളോട് എനിക്ക് അത്രേ പറയാനുള്ളത്. അപ്പൊ എല്ലാരും എന്റെ ചാനൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി. അപ്പോ ഇപ്പത്തെ ഹോട്ടൽ അങ്ങനെയാണ്. പണ്ടത്തെ ഹോട്ടല് അങ്ങനെ അല്ലായിരുന്നു. അടുക്കളയിൽ പോയി കാണി നമ്മൾ കൈ കഴുകി പോരുമ്പോ നമുക്ക് ഫുഡൊക്കെ വേണ്ടാത്തൊരു പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. അടുക്കള നമ്മൾ കാണാത്തോണ്ട് നമ്മൾ എന്ത് കിട്ടിയാലും വാരി വലിച്ചങ്ങനെ മുണങ്ങിയിട്ട് പോരും. അത്ര അങ്ങനെ വാരി വലിച്ച് തിന്നരുത്. നല്ല വാളം പുളിയുണ്ട് പിന്നെ കയ്യില്. നല്ല പുളിയുള്ള പുളിയാണ്. ഇത് വെച്ചിട്ട് നമുക്ക് മുളകിടാം. ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇതുപോലെ 2-3 ഇല്ലി വെളുത്തുള്ളി ഉണ്ട്. അതെടുത്തിട്ട് നമുക്കിത് ചതച്ചിട്ട് വരാം. നമുക്ക് ഉള്ളി ചേർക്കാം. നമുക്കറിയില്ല അവര് ഉണ്ടാക്കുന്ന ഷവർമയൊക്കെ ചിക്കൻ കഴുകിയതാണോ അതുപോലെ കാബേജ് കഴുകിയതാണോ ഒന്നും നമുക്കറിയില്ല. അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ പറയരുത്. ഞാനും പറയണില്ല. ഞാൻ ഒരു പറഞ്ഞല്ല. നമ്മുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്ക് അത്രേ ചെയ്യാൻ പറ്റാം. അതുകൊണ്ടാണ് ഞാൻ അത്രേ അതിന് മുൻകരുതലുകൾ എടുത്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങള് പുറത്തത്തെ ഫുഡ് വാങ്ങി കഴിക്കുന്നത് ഒഴിവാക്കിയിട്ട് നാടൻ രീതിക്ക് തന്നെ ഉണ്ടാക്കണം.
ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കുക, വീട്ടിലുണ്ടാക്കുക. നിന്റെ ചാനൽ തന്നെ കണ്ടിട്ട് ഉണ്ടാക്കണമെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മാത്രം എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ രക്ഷപ്പെടുത്തി ഹോട്ടലിലെ ഫുഡ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അവരുണ്ടാക്കുന്ന സാധനങ്ങളൊന്നും കഴിക്കണമല്ലെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽക്കിടുന്ന മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി അതൊക്കെയാണ് ഇടുന്നത്. പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. എൻ്റെ ഒരു വീഡിയോക്ക് എന്ന് പറഞ്ഞാൽ അളവ് മെയിനേ അല്ല. അളവ് എന്തെങ്കിലുമൊക്കെ വാരി വലിച്ചിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണോ അതാണ് നമ്മുടെ ഫുഡ് റെഡിയാകാൻ വേണ്ടത്. നമ്മുടെ മനസ്സിലുണ്ടാവണം അത് നന്നാകണമെന്ന്. നമ്മൾ നന്നാകണം എന്ന് വിചാരിച്ചുണ്ടാക്കിയ ഒരു ഫുഡ് നന്നായിരിക്കും. നന്നാകാതെ ഇങ്ങോട്ട് പോകാനാ അത് നന്നാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഇത് മല്ലിപ്പൊടി, പെരുംജീരകം അതൊന്നാണ് മണത്തെങ്കിലേ അറിയുള്ളൂ. അതുകൊണ്ട് മണത്ത് നോക്കണം കേട്ടോ. മല്ലിപ്പൊടി പെരുംജീരകം ഒരേപോലെ ആയതുകൊണ്ടാണ് മണക്കുന്നത്. മല്ലി നമുക്കിതൊന്ന് ഇട്ടിട്ട് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് ഇതിലൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ കൈയിട്ട് കഴിച്ചാൽ നമ്മളെ കുട്ടിയെ കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം ഇടല്ല. ഈ നാട്ടുകാരൊക്കെ കൈയിട്ട് വാണ്ടിയിട്ട് തോണ്ടിയിട്ട് എടുത്ത് കഴിക്കണേലാറല്ലത് നമ്മളെ കൈകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിക്കണാണ്. ഇതുപോലെ മറ്റാരെങ്കിലും കൈകൊണ്ട് കഴിച്ചാൽ നമുക്ക് തിന്നാൻ ബുദ്ധിമുട്ടായിരിക്കും. എനിക്കിഷ്ടല്ല, ഒരാൾ കുഴച്ചത് എനിക്കിഷ്ടമല്ല. ഞാൻ കുഴച്ചത് എൻ്റെ മക്കൾക്കും കുട്ടികൾക്കും കൊടുക്കാൻ താല്പര്യമുള്ളൂ. പിന്നെ അത്രയ്ക്ക് പറയാനുള്ളത്. ഞാൻ 2 ദിവസം മുമ്പ് വീഡിയോയിൽ വന്ന കമന്റിന്റെ റീപ്ലൈ ആയിട്ട് വരുത്തിയാൽ മതി കേട്ടോ. അല്ലാതെ നിങ്ങളോടല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്ത് ഫുഡായാലും എനിക്ക് ആര് തൊട്ടത് ഇഷ്ടമല്ല. എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയത്, ഞാൻ തന്നെ തൊട്ടതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്നുള്ളത്. പിന്നെ നമ്മുടെ ഉമ്മമാര്, നമ്മുടെ അറിയപ്പെടുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ തൊട്ടാലും എനിക്ക് പ്രശ്നമല്ല. അല്ലാത്ത ഒരാൾ തൊട്ടത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് പണ്ടേ അങ്ങനെയാണ് കേട്ടോ. പണ്ടേ ഇഷ്ടമല്ല ഒരാള് കൈയിട്ട് തൊട്ടിയത് തോന്നതൊന്നും ഇഷ്ടമല്ല. അതിന്റെ മക്കൾക്കും അങ്ങനെ തന്നെയാണ്. ഒരാൾ തൊട്ടതും തോന്നതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് സ്കൂളിൽ വരെ അവർ ഫുഡ് കഴിക്കാതെ വീട്ടിലേക്ക് വൈകുന്നേരം വന്നിട്ടാ ഫുഡ് കഴിക്കുക. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് ഇവർക്ക്. എല്ലാവരുടെ വീട്ടിലൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ കുട്ടികള്. ഇവിടെ അങ്ങനെ ഉണ്ട്. എന്താണെന്നറിയില്ല, മാറ്റാൻ ഞാൻ കുറെ ശ്രമിച്ചിട്ടുണ്ട്, മാറുന്നില്ല. അയിലും മത്തിയും ഒക്കെ പാടെ കൂട്ടിയിട്ടൊരു മുളകിടല്, കുറച്ച് മീൻ നമുക്ക് പൊരിച്ചെടുക്കാം. അത് നന്നായിട്ട് ഇതിലിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. തക്കാളി ഇല്ല, ഉള്ളില്ല, വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ. വേറൊരു സാധനം ഇതിക്കിടാനില്ല. അപ്പൊ ഉള്ളത് വെച്ചുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ പറ്റും. എന്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ചെടുക്കാം. അങ്ങനെ വെച്ചെടുക്കാൻ പോണ്. കുഴച്ചെടുക്കുക. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടെടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ഇത് വേകാൻ ആവശ്യമുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് ഇട്ടിട്ട് മസാല തേക്കാം. പൊരിക്കാനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇവിടുത്തെ പോലെ അസ്വസ്ഥതകൾ, അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടോ? എന്താ പറയാ, തലവേദന, പനി, ചുമ, അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടോ? വീട്ടിലെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയി. എന്നാലും എനിക്ക് ബോറടില്ല കേട്ടോ. യൂട്യൂബ് ചാനൽ ഉണ്ടായതുകൊണ്ട് അതിന്മേ ഞാൻ കുറച്ച് ടൈം ചിലവാക്കും. അപ്പൊ എനിക്കെന്താ, നമുക്ക് ബോറടിക്കണില്ല എന്നാണ് പറയാനുള്ളത്. ജോലി ഇല്ല എന്നുള്ള ഒരു ടെൻഷൻ എനിക്കില്ല. കാരണം എൻ്റെ ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. യൂട്യൂബിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മത്തി പരിച്ചത്, മത്തിക്കറി, അയിലക്കറി, എന്താ ഉള്ള പൊരിച്ചൊരു കൂട്ടുകറിയാണ്. അപ്പുറത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ സാധനം. ചട്ടി കത്തിക്കൊണ്ട് തിളപ്പിക്കാൻ വെച്ചു.
സൂപ്പർ 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 അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഓക്കെ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. നല്ല പുളിയുണ്ട്, നല്ല ടേസ്റ്റുള്ള രൂപത്തിലാണ് ഉണ്ടാക്കിയത്. ഉണ്ടാക്കുന്ന ഐറ്റം എന്ത് കുറച്ചാണെങ്കിലും ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാം. ഉണ്ടാക്കണ എന്ത് ഐറ്റം ആണെങ്കിലും കുറച്ചുണ്ടാക്കുകയാണെങ്കിലും ഉള്ളത് നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഐറ്റമാണിത്. മീൻ പൊരിച്ച നല്ല ടേസ്റ്റ് ഉണ്ട്, കറി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. ഓക്കെ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.